ഹലോ മക്കളെ, 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിന് വരാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ഭാഗമാണ് എഡിറ്റിംഗ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ടാണ് മിസ്റ്റേക്ക് തരും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് കണ്ടെത്തുക? അപ്പോൾ എഡിറ്റിങ്ങിൽ സാധാരണയായി വരുന്ന കോമൺ മിസ്റ്റേക്ക് മിസ് പറഞ്ഞു തരാം കേട്ടോ. സ്പെല്ലിംഗ് എറേഴ്സ് വരും, ക്യാപിറ്റൽ ലെറ്റർ മിസ്റ്റേക്ക് ആക്കിയിട്ട് തരും, ടെൻസുകൾ മിസ്റ്റേക്ക് ആക്കി തരും, വേർഡ്സൊക്കെ ഓർഡർ തെറ്റിച്ചിട്ട് തരും, പിന്നെ ആർട്ടിക്കിളൊക്കെ മിസ്റ്റേക്ക് ആക്കിയിട്ട് തരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? മിസ് വായിക്കാട്ടോ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ സ്കൂൾ. മിസ്റ്റേക്കുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഷീ ടോൾഡ് ഹിസ് മദർ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് മീ. ഐ വാണ്ട് ടു പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് പ്ലേ വിത്ത് മൈ ഓട്ടീസ്. അതൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അണ്ടർലൈൻ തന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു റീഡിങ് മൈ ബിക്കൂസ്. അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പാർട്ടാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള രീതി ഇങ്ങനെയാണ്: ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഹീ ടോൾഡ് ഹിസ് മദർ. അപ്പോൾ ഹീ ടോൾഡ് ഷീ എന്നായിരുന്നു അവിടെ തന്നിരുന്നു ക്വസ്റ്റ്യനിൽ, ഷീ ഹിസ് മദർ. അടുത്തത് സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരുന്നത് ക്വസ്റ്റ്യനിൽ. ഐ എന്ന് കൊടുക്കണം, സ്മോൾ ലെറ്റർ കൊടുക്കാൻ പറ്റൂല. നമ്മളൊരു ആൾക്കാരെ പറ്റി പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ സ്മോൾ ലെറ്റർ ആയിരുന്നു കൊടുത്തത്. ഐ വാണ്ട് ടു പ്ലേയിങ് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് എന്നാ. ഇവിടെ ഐ വാണ്ട് ടു പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നാണ് കൊടുത്തത്. അടുത്തത് ഐ വാണ്ട് ടു പ്ലേ എന്നുള്ളത് സ്പെല്ലിങ് എററാക്കി കൊടുത്തതായിരുന്നു. വിത്ത് മൈ ഓട്ടീസ് എന്നാണ് കൊടുത്തത്, ടോയ്സ് എന്നുള്ളടത്ത്. അടുത്തത് ഐ എന്നുള്ളടത്ത് ക്യാപിറ്റൽ കൊടുക്കേണ്ടടുത്ത് സ്മോൾ ലെറ്റർ ആയിരുന്നു കൊടുത്തിരുന്നത്. ഐ വാണ്ട് ടു റീഡിങ് എന്നുള്ളത് റീഡ് എന്നായിരുന്നു വേണ്ടിയിരുന്നത്. മൈ ബുക്സ് എന്നുള്ള ബുക്സിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആക്കി കൊടുത്തു. അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 2, പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രൈബ് ദ പിക്ചർ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ എന്താണ് ഇത് എക്സാമിന് വരുന്ന ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പിക്ചർ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പിക്ചർ തരും. അപ്പോൾ നമ്മൾ ആ പിക്ചർ നല്ല ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് അതിൽ കാണുന്നതെന്ന് എഴുതാൻ പറ്റണം. ഈ പിക്ചറിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്കൂളുണ്ട്, അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. സ്കൂൾ യൂണിഫോം ഇട്ടൊരു ജസ്റ്റർ, മരങ്ങൾ, ഗേറ്റ്, ഇതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഏത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാലും എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അത് വെച്ചെടുത്ത് തുടങ്ങുക, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് അത് എഴുതുക. നമ്മൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? This is a beautiful picture. In this picture, we can see a boy and his mother. The boy kissing the hand of his mother. Behind them, we can see a school and the school gate. There is a tree in the picture. The boy is wearing a bag.
കണ്ടോ മക്കളെ? ഇതുപോലെ പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ എഴുതാൻ പറഞ്ഞ അടിപൊളിയായി എഴുതൂലേ? ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയൂലേ ഇനി? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.